ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം മിൽമയിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്നതിനുള്ള അവാർഡ് നേടിയ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ഷൈൻ KB കൂർമുള്ളാനിയിൽ തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. 2023 കേരളത്തിലെ ഏറ്റവും കൂടുതൽ മിൽമയിൽ പാലളന്ന ഇടുക്കി ജില്ലക്കാരനായ ഒരു യുവ കർഷകനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഷൈൻ KB കൂർമുള്ളാനിയിൽ. അദ്ദേഹം ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ഒരു കർഷകനാണ്. എല്ലാവിധ കൃഷികളും ചെയ്യുന്നതോടൊപ്പം പ്രധാനമായിട്ടും അദ്ദേഹം ശ്രദ്ധിക്കുന്നത് കാലി വളർത്തലിലാണ്. ഏതാണ്ട് 300-ലേറെ പശുക്കളെയാണ് അദ്ദേഹം പരിപാലിച്ചു വരുന്നത്. ഷൈൻ KBയുടെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഷൈൻ കാലി വളർത്തലാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. അതിൽ തന്നെ 2023 ഏറ്റവും കൂടുതൽ മിൽമയിൽ പാലളർന്ന കർഷകനുള്ള അവാർഡ് കിട്ടുകയും ചെയ്തു. അതുപോലെ അതിനു മുമ്പും പലവിധ അവാർഡുകൾ കിട്ടിയിട്ടുമുണ്ട്. കാലി വളർത്തലിലേക്ക് ഇങ്ങനെ കടന്നു വരാനുള്ള എന്താണ് പ്രത്യേക സാഹചര്യം ഉണ്ടായത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ITI ആയിരുന്നു, AC മെക്കാനിക് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അതിനുശേഷം ചെറുപ്പത്തിലെ തന്നെ പശു വളർത്തലിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. നമ്മളെ ഫീൽഡ് മെച്ചപ്പെടാതെ വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ 3-4 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പടിപടിയായി കുറച്ച് പശുക്കളെ കൂട്ടി ചെയ്തപ്പം വലിയ കുഴപ്പമില്ലാത്ത ഒരു മേഖലയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ കൂട്ടി ഏകദേശം ഇപ്പം 300 പശുക്കളോളം എത്താനായിട്ട് സാധിച്ചത്. പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ പഠനമൊക്കെ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ITI പഠിച്ചത് ഏറ്റുമാനൂർ ആയിരുന്നു. കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഈ മേഖലയിലേക്ക് എത്തിയത്. അപ്പോൾ 10ാം ക്ലാസ് വരെ ഇവിടെ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിയും ഇവിടെ തന്നെ പഠിച്ചു. പിന്നീട് ITI പഠിക്കാനായിട്ടാണ് വേറെ പുറത്തേക്ക് പോയത്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ പഠിച്ചിരുന്ന സമയത്തും ഈ കാർഷിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നോ? അന്ന് എന്തൊക്കെയാണ് പ്രധാനമായ കൃഷികൾ ഉണ്ടായിരുന്നത്? അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വീട്ടിൽ 3-4 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രാവിലെ പശുക്കളെ കുളിപ്പിക്കുകയും പാല് കൊണ്ട് കൊടുക്കുകയും ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു അന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അന്നും ഫാദർ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലുള്ള കൃഷികളോട് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു അന്ന് മുതലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് തിരിഞ്ഞത്. അന്നുണ്ടായിരുന്ന പ്രധാന കൃഷികൾ എന്ന് പറഞ്ഞാൽ അന്ന് മെയിനായിട്ട് റബ്ബറായിരുന്നു. പിന്നെ അന്ന് കപ്പയും വാഴയൊക്കെ ഫാദർ ചെയ്യുമായിരുന്നു. അതിനോട് ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ കാലി വളർത്തൽ തുടങ്ങിയത് എത്ര പശുക്കളുമായിട്ടാണ്? വീട്ടിലുണ്ടായിരുന്ന 3-4 പശുക്കളിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് പശു വളർത്തൽ തുടങ്ങിയത്. പിന്നീട് അത് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു? തീർച്ചയായിട്ടും പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതെങ്ങനെയൊക്കെയായിരുന്നു അത്തരം അതിന്റെ ആ ഒരു വികസനത്തിന്റെ കഥകളെന്ന് പറയാമോ? നമുക്ക് ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഓരോ സ്കീമുകളൊക്കെ തന്നിട്ടുണ്ട്. 10 പശുവിന്റെ സ്കുകൾ, പിന്നെ 5 പശുവിന്റെ സ്കീമുകൾ. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഫാം സ്കൂളായിട്ട് നമ്മുടെ ഫാമിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സാഹചര്യത്തിൽ കുറേശ്ശെ നമ്മൾ ഫണ്ടുകളൊക്കെ ക്ഷീരവികസന വകുപ്പിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ കുറേശ്ശെയാണ് ഇത് ഇങ്ങനെ ഏകദേശം 300 പശുക്കളിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആദ്യം ഈ 4 പശുക്കൾ വീട്ടിലുണ്ടായിരുന്നത് തുടങ്ങി. പിന്നീട് സ്വയം തൊഴിൽ വായ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താണോ കൂടുതൽ പശുക്കളെ വാങ്ങിയത്? സ്വയം തൊഴിൽ വായ്പ നമ്മൾ ഇന്നവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാതെയുള്ള ഇത് ചെയ്തിട്ടാണ് നമ്മൾ എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ 4 പശുക്കളിൽ നിന്ന് പിന്നീട് എത്ര പശുക്കളെയാണ് ആദ്യം വാങ്ങിയത്? നമ്മൾ 4 പശുക്കളിൽ നിന്ന് വീണ്ടും പിന്നെ അതൊരു 10-27 പശുക്കളുടെ ഒരു ഫാം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ വൈഫും ഫാദറും ഒക്കെ കൂടിയിട്ട് നമ്മൾ 10-27 പശുക്കളെ നമ്മൾ സ്വന്തമായിട്ടായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ കൂടുതലെണ്ണം. പിന്നീട് അപ്പോൾ ആദ്യം 27 പശുക്കളെ സ്വന്തമായിട്ട് വീട്ടിലുള്ളവർ തന്നെ നോക്കി വളർത്തി. അത് കഴിഞ്ഞ് പിന്നീട് എത്ര നാളുകൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കൂടുതൽ പശുക്കളെ വാങ്ങുന്ന രീതിയിലായത്? അത് ഏകദേശം പിന്നെ ഒരു 2-3 വർഷക്കാലം നമ്മൾ അങ്ങനെ ഈ 10-27 പശുക്കളെ നമ്മൾ സ്വന്തമായി വളർത്തി അങ്ങനെ പോരുമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ പിന്നെ അത് പിന്നെ 10-60 പശുക്കളാക്കി 80-ആയി 100-ആയി പിന്നെ അങ്ങനെ പടിപടിയായിട്ടാണ് നമ്മൾ 300-ലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആദ്യം ഈ 27 അല്ലെങ്കിൽ 60 പശുക്കളെയൊക്കെ ആക്കിയപ്പോൾ തൊഴുത്ത് അതിന്റെ ഇതിനെ നിർത്താനായിട്ട് പരിപാലിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതൊക്കെ ഇതുപോലെ ഇപ്പോൾ കാണുന്ന
സാധാരണ ഈ രീതിയിൽ തന്നെയായിരുന്നു? തീർച്ചയായിട്ടും അതെ. ഇതുപോലെയുള്ള ഇതിലാണ് നമ്മൾ കുറേശ്ശെ ചെയ്ത് ഇങ്ങനെ എത്തുമായിരുന്നു ചെയ്തത്. ഏതെല്ലാം ഇനം പശുക്കളെയാണ് പ്രധാനമായിട്ടും പരിപാലിക്കുന്നത്? നമ്മൾ മെയിനായിട്ട് എച്ചപ്പിൻ്റെ പശുക്കളാണ്. പിന്നെ ജേഴ്സി, എച്ചപ്പ്, ഗീർ ഇങ്ങനെ ഈ 3 തരത്തിലുള്ള പശുക്കളെയാണ് നമ്മൾ കൂടുതലും വളർത്തുന്നത്. അതിലേതാണ് കൂടുതൽ പാല് തരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്? കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കുന്ന എച്ചപ്പിൻ്റെ പശുവാണ്. എച്ചപ്പിൻ്റെ പശുക്കൾക്ക് പാലിൻ്റെ കൊഴുപ്പിൽ ഇച്ചിരി അളവ് കുറവുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ജേഴ്സി പശുക്കളെയും ഗീർ പശുക്കളെയും വളർത്തുന്നത്. ജേഴ്സി പശുവും ഗീർ പശുവിൻ്റെയും പാലിന് കൊഴുപ്പ് കൂടുതലുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അത് രണ്ടിനും കൊഴുപ്പ് കൂടുതലുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സാമാന്യം ഭേദപ്പെട്ട വില ലഭിക്കുന്ന രീതിയിൽ അതിൻ്റെ റീഡിംഗ് ഒക്കെ കാണിക്കും അല്ലേ? അതെ, അതായത് ഇത് 3 കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സൊസൈറ്റിയിൽ നമ്മൾ പാല് വിറ്റാലും നമുക്ക് പാറ്റേൺ റീഡിങ്ങും കൂടുതൽ കാണിച്ച് നമുക്ക് വിലയിൽ കൂടുതൽ കിട്ടാൻ. ഇപ്പോൾ എത്ര ലിറ്ററോളം പാല് അളക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം കൂടുതൽ ലിറ്റർ പാല് അളന്നിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അത് നമ്മൾ മിൽമയ്ക്ക് മാത്രം ഒരു ശരാശരി ഒരു ദിവസം നമ്മൾ 2500 ലിറ്റർ പാല് നമ്മൾ മിൽമയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏകദേശം ഒരു 400-600 ലിറ്റർ പാല് നമ്മൾ ലോക്കൽ സെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വർഷത്തെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മിൽമയ്ക്ക് പാല് കൊടുത്തത് നമ്മളാണ്. 7.25 ലക്ഷം ലിറ്റർ പാലാണ് നമ്മൾ മിൽമയ്ക്ക് ഈ വർഷം കൊടുത്തിരിക്കുന്നത്. ഈ മിൽമയ്ക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ വില ലഭിക്കുന്നു? നമ്മുടെ പാലിന് ആവറേജ് ഒരു 45-46 രൂപ ആവറേജ് വില നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പുറത്ത് ലോക്കൽ കൊടുത്തു കഴിഞ്ഞാലോ? നമ്മൾ ലോക്കൽ ചെയ്യുന്നത് 55 രൂപ 60 രൂപ റേഞ്ചിലാണ് നമ്മൾ പുറത്ത് പാൽ വിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ലോക്കൽ പാല് വിൽക്കുന്നത് നമ്മളങ്ങനെ കുപ്പിയിലാക്കി കൊടുക്കുകയാണോ, അതോ നമ്മളിങ്ങനെ വണ്ടിയിൽ വിട്ട് വേണ്ട ആളുകൾക്ക് കൊടുക്കുകയാണോ, എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുപ്പിയിലാക്കി വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ജോലിക്കാരെ വേറെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്, ജോലിക്കാരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് അത്തരം അതിൻ്റെ വിശദമായ കാര്യങ്ങളൊന്ന് പറയാമോ? രാവിലെ 1 മണിക്കാണ് ഈ പശുവിനെ കറന്ന് പാലാക്കുന്നത്. അപ്പോൾ തന്നെ അത് പാല് കുപ്പിയിലാക്കി നിറച്ചിട്ട് ഓരോ വണ്ടികളിൽ ഓരോ തൊടുപുഴ ഏരിയയിലാണ് നമ്മൾ ലോക്കൽ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ രാവിലെ തന്നെ ഓരോരോ വണ്ടികളിലും കുപ്പിയിലാക്കി കൊടുത്തു വിട്ട് അവരാണ് അത് ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുപ്പിയിൽ പാല് നിറയ്ക്കുന്നത് നമ്മൾ അളന്ന് ആളുകൾ തന്നെ ചെയ്യുകയാണോ, അതോ അതിന് യന്ത്ര സംവിധാനമുണ്ട്? അല്ല, നമ്മൾ സ്വന്തമായിട്ടുള്ള തന്നെ ഇതിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പശുവിനെ കറക്കുന്നതൊക്കെ എങ്ങനെയാണ്? അത് നമ്മൾ കൈ കൊണ്ടാണോ അതോ യന്ത്രം ഉപയോഗിച്ചിട്ടാണോ? നമ്മൾ യന്ത്രം ഉപയോഗിച്ചിട്ടാണ് പശുക്കളെ കറക്കുന്നത്. പക്ഷേ യന്ത്രം ഉപയോഗിച്ച് മെഷീൻ ഉപയോഗിച്ച് കറക്കുന്നതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് എല്ലാ പശുവിനും പാല് തീർന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടാണോ അതോ കുറേ എല്ലാം തന്നെ ചെയ്യുകയാണോ ചെയ്യുന്നത്? നമ്മൾ തൊഴിലാളികളെ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നോക്കി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഞാനും വൈഫും കൂടെ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറവ നടത്തുന്നത് ഈ പശുക്കളെ ഇപ്പോൾ രാവിലെ വെളുപ്പം കാലത്ത് 1 മണിക്ക് കറക്കുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ കറക്കുമ്പോൾ ഇത് നമ്മൾ കുളിപ്പിച്ചതിനൊക്കെ ശേഷമാണോ, അത് എങ്ങനെയാണ് ചെയ്യാറുള്ളത്? അതായത് നമ്മൾ രാവിലെ തന്നെ 1 മണിയാകുമ്പോഴാണ് രാവിലത്തെ കറവ ആരംഭിക്കുന്നത്. അത് ഫസ്റ്റിലെ തന്നെ നമ്മൾ കാലിത്തീറ്റ കൊടുക്കും. പിന്നെ ചാണകം വാരി കുളിപ്പിച്ച ശേഷമാണ് കറവ നമ്മൾ ചെയ്യുന്നത്. എല്ലാ പശുക്കളെയും ഒരേ സമയത്ത് കറക്കുമോ അതോ ഓരോന്നിനെ കറന്നതിന് ശേഷം ആ യന്ത്രം തന്നെ അടുത്ത പശുവിലേക്ക് മാറ്റി കടിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതെങ്ങനെയാണ്? അതായത് നമുക്ക് ഒരു സമയം നമുക്ക് 12 പശുക്കളെ നമുക്ക് കറക്കാനുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. 12 എണ്ണം കറന്നതിന് ശേഷം അടുത്ത 12 എണ്ണത്തിനെ കറക്കുന്ന ആ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം 12 എണ്ണം കറക്കുന്നു, പിന്നെ അടുത്ത അങ്ങനെ തുടർന്ന് ഈ മുഴുവൻ പശുക്കളെയും കറക്കും അല്ലേ? പശുവിൻ്റെ ഒപ്പം തന്നെയാണോ ഇതിൻ്റെ കിടാരികളെയും സംരക്ഷിക്കുന്നത്? നമ്മൾ കിടാരികളെ മാറ്റിയാണ് പ്രസവിച്ച അപ്പം തന്നെ നമ്മൾ പശുക്കളുടെ അടുത്തുനിന്ന് മാറ്റിയിട്ട് കിടാരികളെ വേറെയാണ് നമ്മൾ പാർപ്പിച്ചിട്ടാണ് അതിന് സെപ്പറേറ്റ് പാല് കൊടുത്താണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് തുടക്കത്തിൽ നമ്മൾ കറക്കാൻ നേരത്തെ ഇത് ചുരത്താനൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടാറുണ്ടോ? ഇല്ല, നമ്മളതൊരു ശീലമായി പോയത് കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിലെ തന്നെ കിടാക്കളെ മാറ്റുന്നതുകൊണ്ട് കിടാവിൻ്റെ ആ ഒരു ഇത് അറിയിപ്പിക്കാതെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കിടാരികളെ എങ്ങനെയാണ് പാല് കുടിപ്പിക്കാറില്ല, അങ്ങനെയാണോ? കിടാരികളെ നമ്മൾ വേറെ സെപ്പറേറ്റ് പാല് നമ്മൾ തള്ളപ്പശുവിൽ നിന്ന് കുടിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാലിവളർത്തൽ നമ്മൾ ഇത്രയും എണ്ണത്തിനെ വളർത്തുമ്പോൾ ഒരു തൊഴുത്തിൽ എത്ര പശുക്കളെ വളർത്താറുണ്ട്? നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അടുത്തായിട്ടാണ് നമ്മൾ ഈ 300 പശുക്കളെ ചെയ്യുന്നത്. അതൊരു ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 4 ഷെഡുകളിലായിട്ടാണ് നമ്മുടെ മൊത്തം ഈ 300ഓളം പശുക്കൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഷെഡിൽ 50-75 പശുക്കൾ വെച്ച് വരും അല്ലേ? അതെ, അങ്ങനെ 75ഓളം പശുക്കൾ, പിന്നെ 100 പശുക്കൾ മേലെ നിൽക്കുന്ന ഒരു ഷെഡും ഉണ്ട്. ഇനി ഇത് നമ്മൾ പ്രധാനമായിട്ട് ഈ ഇത്രയും പശുക്കളെ ഒന്നിച്ച് വളർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരുന്നത്? അതിൻ്റെ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നത്? നമ്മൾ ഇവിടെ കൂടുതലായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ അകിട് വീക്കമാണ് നമ്മുടെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഫാമുകളിൽ കൂടുതലായിട്ടും വരുന്നത്. അത് നമ്മുടെ ശ്രദ്ധ നമ്മൾ കുറച്ച് കറവ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അകിട് വീക്കം നമുക്ക് മാറ്റാനായിട്ട് ചെയ്യും. നമ്മളതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പശുക്കളെ നമ്മൾ കറവയ്ക്ക് ശേഷം അപ്പം തന്നെ കിടത്താതെ അപ്പം തന്നെ തീറ്റ
പിന്നെ അടുത്ത നമ്മൾ പിന്നെ പുല്ലിട്ട് കൊടുക്കുകയാണ്. പുല്ല് പൈനാപ്പിളും കൂടെ അരിഞ്ഞിട്ടുള്ള അത് കൊടുക്കുമ്പോൾ നമ്മൾ പശുക്കൾ അപ്പം തന്നെ കിടക്കുന്നില്ല. അപ്പോൾ ഒരു കുറച്ച് ടൈമിങ്ങിന് ശേഷം പശു കിടക്കുമ്പോൾ അകിട് വീക്കം വരാനുള്ള സാധ്യത നമ്മൾ കുറയ്ക്കുന്നു. പശുവിനെ കറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ കിടക്കാൻ അനുവദിക്കാതെ അതിന് തീറ്റ, ഇപ്പോൾ പുല്ലോ അല്ലെങ്കിൽ കൈതയുടെ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് കുറേ നേരം അത് തീറ്റ നിന്നതിന് ശേഷം കിടക്കാൻ അനുവദിക്കുക. അപ്പോൾ ഇടുവേക്കം വരാനായിട്ട് സാധ്യത കുറവാണെന്നാണ് ഷൈൻ്റെ അഭിപ്രായം. ഇനി നമ്മൾ മറ്റെന്തെല്ലാം രോഗങ്ങളാണ് പശുക്കൾക്ക് വരാൻ സാധ്യതയുള്ളത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് ചെയ്യാറുള്ളത്? പിന്നെ കൂടുതലും വരുന്നതെന്ന് പറഞ്ഞാൽ പനിയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും അതിന് ഇഞ്ചക്ഷൻ തന്നെ എടുക്കുകയാണ്. പിന്നെ കുളമ്പ് രോഗത്തിനും പിന്നെ നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ലംബി സ്കിന്ന് ഇതിനൊക്കെ വാക്സിനേഷൻ ഉണ്ട്. അതിന് 6 മാസം തന്നെ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ നമ്മൾ കൃത്യമായിട്ട് എടുത്തു പോകുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ അവരുടെ സഹായങ്ങളൊക്കെ വേണ്ട സമയത്തെല്ലാം കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ക്ഷീരോത്പാദന വകുപ്പിന്റെയും നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാ സമയങ്ങളിൽ നമുക്ക് ലഭിക്കാറ്. അവർ നമുക്ക് ഇതിനു വേണ്ടി സബ്സിഡികളോ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ തരാറുണ്ടോ? തീർച്ചയായിട്ടും സബ്സിഡി സാമ്പത്തിക സഹായങ്ങളും ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഈ പാല് പ്രധാനമായിട്ടും കറക്കുമ്പോൾ ഒരേ സമയത്ത് രാവിലെ 1 മണിക്ക് കറന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് കറന്നവയ്ക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? നമ്മൾ രാവിലെ തീറ്റ കൊടുത്തിട്ടാണ് നമ്മൾ കുളിപ്പിച്ചിട്ടാണ് കറക്കുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പം തന്നെ പൈനാപ്പിളും പുല്ലും കൂടെ അരിഞ്ഞിട്ട് ഉള്ള ഇത് തീറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ തീറ്റ തിന്നതിന് ശേഷം അപ്പം നമ്മൾ വീണ്ടും എല്ലാം ക്ലിയർ ആയിട്ട് തൊഴുത്തെല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പത്തെ രാവിലത്തെ പരിപാടികൾ കഴിയണം. പിന്നെ നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചാണകം വാരി കുളിപ്പിച്ച് തീറ്റ കൊടുത്ത് നമ്മൾ കറക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പൈനാപ്പിളും പുല്ലും കൂടെ അരിഞ്ഞത് കൊടുക്കണം. അപ്പോൾ അത് തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കഴുകിയിടുന്നതോടുകൂടി നമ്മുടെ പരിപാടി ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി നമ്മുടെ അന്നത്തെ പരിപാടി കഴിയും. അപ്പോൾ രണ്ടാമത്തെ കറ നടത്തുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ് അല്ലേ? അതും ഇതുപോലെ തന്നെ മാറി 12 എണ്ണം വീതം കറന്നു പോകുന്നു. അപ്പോൾ ആ പാലും നമ്മൾ വൈകുന്നേരം ലോക്കലായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ വൈകുന്നേരത്തെ പാല് ലോക്കല് വലിയ കാര്യമായിട്ടുള്ള സപ്ലൈ ഇല്ല, ചെറുതായിട്ടുള്ള ലോക്കലുകൾ, ബാക്കി മൊത്തം മിൽമയ്ക്ക് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. ഈ ഇത്രയും പശുക്കളെ പരിപാലിച്ച് വരുമ്പോൾ പ്രധാനമായിട്ട് നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളിപ്പിക്കുന്ന വെള്ളം നമ്മൾ പുൽകൃഷി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വെള്ളത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പുൽകൃഷി ചെയ്തിരിക്കുകയാണ്, ഈ പുല്ലിലേക്കാണ് നമ്മൾ ഈ കുളിപ്പിക്കുന്ന വെള്ളം പോകുന്നത്. പിന്നെ നമ്മൾ ചാണാനാണ് പിന്നത്തെ ഒരു ഇത്. ചാണാൻ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഉണങ്ങി കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചാണാൻ ഉണങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ചാണകത്തിൻ്റെ പ്രശ്നവും വെള്ളത്തിൻ്റെ പ്രശ്നവും എങ്ങനെ പരിഹരിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട്. അപ്പോൾ അതാത് ദിവസം ഈ ചാണകം നമ്മൾ അന്നാന്ന് ഈ ഉണങ്ങുന്ന സ്ഥലത്തേക്ക് മാറ്റുകയാണോ ചെയ്യുന്നത്? അതെ, അന്നന്ന് തന്നെ നമ്മൾ ഉണങ്ങുന്ന സ്ഥലത്തേക്ക് അതാത് ദിവസങ്ങളിൽ തന്നെ ചാണകം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണോ അതോ വേറെ എവിടെയെങ്കിലും സ്ഥലത്താണോ? അല്ല, നമ്മൾ അടുത്ത് തന്നെ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചാണകം എല്ലാം കൂടെ ഉണങ്ങിയിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ വിൽക്കുകയാണോ അതോ വേറെ എവിടെയെങ്കിലും ആളുകൾക്ക് വിൽക്കുകയാണോ ചെയ്യുന്നത്? നമ്മളിവിടെയുള്ള ആളുകൾക്കാണ് നമ്മൾ ചാണാൻ കൊടുക്കുന്നത്. പിന്നെ പുറത്തേക്കും പോകുന്നുണ്ട്. അത് ചാക്കിനകത്ത് നമ്മൾ ഓർഡർ എടുത്തിട്ട് ചാക്കിനകത്ത് ഇതാക്കി പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പശുവിന് തീറ്റ കൊടുക്കാൻ ഇപ്പോൾ ഇത്രയും എണ്ണത്തിനെ പരിപാലിക്കുമ്പോൾ വളരെയധികം തീറ്റ വേണ്ടി വരുമല്ലോ. അത് പുല്ലൊക്കെ നമുക്ക് കൃഷിയുണ്ടോ? പുൽകൃഷിയുണ്ട്. ഏകദേശം 10 ഏക്കറോളം നമ്മൾ പുൽകൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പൈനാപ്പിൾ ഓരോ തോട്ടത്തിലെ കളയുന്ന പൈനാപ്പിൾ നമ്മൾ വില കൊടുത്ത് പണിക്കാരെ നിർത്തി പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടാണ് പൈനാപ്പിൾ. ഈ പുൽകൃഷി ചെയ്യുന്ന നമ്മുടെ ഇപ്പോൾ ഈ ഫാമിൻ്റെ അടുത്ത് തന്നെയാണോ അതോ വേറെ സ്ഥലത്താണോ? നമ്മൾ ഫാമിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് പുൽകൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 ഏക്കർ സ്ഥലത്തെ പുല്ല് കൃഷി ചെയ്യുമ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വർഷത്തെ പുല്ല് മാറി അതിൽ നിന്ന് തന്നെ ലഭിക്കുമോ? ഇല്ല, 10 ഏക്കർ സ്ഥലത്തെ നമുക്ക് ഇത്രയും പശുക്കളെ വളർത്താനായിട്ട് സാധിക്കില്ല. ഈ പൈനാപ്പിളും കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കത് സാധിക്കണേ. അല്ലെങ്കിൽ നമ്മൾ എന്നാ വെച്ചാൽ ഒരു 50 ഏക്കറെങ്കിലും സ്ഥലത്ത് കൃഷി ചെയ്തെങ്കിലാണ് ഒരു 300 പശുവിനെ വളർത്താനായിട്ട് സാധിക്കുന്നത്. ഈ പൈനാപ്പിളിന്റെ ഇത് നമുക്കിപ്പോൾ ഇവിടെ തന്നെ ലഭിക്കുമോ അതോ മറ്റെവിടെയെങ്കിലും പോയാണോ വാങ്ങിക്കുന്നത്? നമ്മുടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടാനായിട്ട് സാധ്യതകൾ കുറവായതുകൊണ്ട് ഇപ്പം നമ്മൾ അകല സ്ഥലങ്ങളിലേക്കാണ് മുണ്ടക്കയം, പുനലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ എടുക്കുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ഉള്ളത് എന്താണ്? ഇപ്പോൾ നേരത്തെയൊക്കെ ഇത് നമുക്ക് വെറുതെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇത് വില കൊടുക്കേണ്ടി വരുന്നുണ്ടോ ഈ പൈനാപ്പിളിന്റെ കനിയൊക്കെ? ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും വില കൊടുത്തെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഏക്കറിന് 5000 മുതൽ 15000 വരെ ആയി നമ്മൾ ഒരു ഏക്കറത്തെ പൈനാപ്പിൾ നമ്മൾ ഇത് പറിച്ചെടുക്കണമെങ്കിൽ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പശു വളർത്തണ മുതൽ 100 പശു വളർത്തുന്നവരും എല്ലാവരും ഇപ്പോൾ പൈനാപ്പിളിൻ്റെ ഇത് കൊടുത്തിട്ടാണ് പശു വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയിലേക്കായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ എല്ലാവരും ഈ പൈനാപ്പിളിൻ്റെ ഇത് പശുവിന് കൊടുക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇവിടെ അതിൽ കിട്ടാനില്ലാതെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ദൂര സ്ഥലത്ത് പോയി ഇത് വാങ്ങിക്കേണ്ടി വരുന്നത് അല്ലേ? പിന്നെ ഈ കാലിത്തീറ്റകളൊക്കെ കൊടുക്കേണ്ടി വരുന്നില്ലേ? അത് എങ്ങനെയാണ് കൊടുക്കാറുള്ളത്? എത്ര തവണയാണ് കൊടുക്കുന്നത് ഒരു ദിവസം? നമ്മൾ കാലിത്തീറ്റകൾ നമ്മൾ കേരള ഫീഡാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അത് ദിവസം നമ്മൾ 2 നേരമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതുകൂടാതെ പിന്നെ നമ്മൾ ചോളത്തിൻ്റെ പൊടിയും പരുത്തിപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എടുക്കുന്നത്. അതൊക്കെല്ലാം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് എടുക്കുന്നത്. കാലിത്തീറ്റ കേരള ഫീഡ്സിൻ്റെ ആണെങ്കിലും നമുക്ക് ഇത്ര
ഇത്രയും പശുക്കളെ വളർത്തുമ്പോൾ അവരുടെ സബ്സിഡിയോ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ലഭിക്കുന്നുണ്ടോ? കേരള ഫീഡിന്റെ കാലിത്തീറ്റയിൽ നമുക്ക് പ്രത്യേകിച്ച് സബ്സിഡിയും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. കർഷകന് 5 രൂപ പാലിന്റെ വില കൂട്ടിയാൽ അതോടൊപ്പം തന്നെ കാലിത്തീറ്റയുടെ വിലയും അതിനേക്കാൾ അധികം കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ്. ഇപ്പോഴും പാലിന് വില കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കാലിത്തീറ്റ വിലയും ഉയർത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കർഷകന് ഒരു ഉദ്ദേശിക്കുന്ന ലാഭം ലഭിക്കാതെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. പാലിന് വില കൂടുമ്പോൾ കാലിത്തീറ്റയ്ക്ക് വില കൂടുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൃഷിക്കാരന് അത് എന്താ പറയുക, അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു നേട്ടം ലഭിക്കുന്നില്ല. ഇത്രയും പശുക്കളെ പരിപാലിക്കുമ്പോഴുള്ള ഒരു കർഷകന് എത്ര തൊഴിലാളികളെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കേണ്ടി വരുന്നു? പൈനാപ്പിൾ വെട്ടുന്നതിനും പുല്ലിന്റെ കാര്യങ്ങളും പിന്നെ കറവയും ഫാമിലേക്കുള്ള എല്ലാവരും കൂടെ കൂടുമ്പോൾ ഏകദേശം നമ്മളൊരു 300 പശുവിനെ വളർത്തണമെങ്കിൽ ഏകദേശം ഒരു 25ഓളം ആളുകളുടെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ തദ്ദേശീയരായ തൊഴിലാളികളെയാണോ അതോ അന്യനാട്ടിലെ തൊഴിലാളികളെയാണോ ആശ്രയിക്കേണ്ടി വരുന്നത്? എല്ലാം അന്യ നാട്ടിലെ ആളുകളെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് താമസ സൗകര്യമൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും താമസ സൗകര്യം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവർ ഫാമിലി ആയിട്ടാണോ താമസിക്കുന്നത്? ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് താമസിച്ച് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അല്ലേ? അവർ ചെയ്യും. പക്ഷെ നമ്മളൂടെ അതിനകത്ത് ഇതായിട്ട് നിന്നാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോകും. നമ്മളെപ്പോഴും അവരുടെ ഒരു മേൽനോട്ടത്തിന് എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യിക്കാനായിട്ട് വേണം. തീർച്ചയായിട്ടും നമ്മുടെ മേൽനോട്ടത്തിലാണ് അത് നടന്നു പോകാൻ. അല്ലാതെ അവരുടെ സ്വന്തമായിട്ട് നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ നന്നായി പോകാൻ സാധ്യത കുറവാണ്. നമുക്ക് ഇപ്പോൾ ഈ പശുക്കളെ വളർത്തുന്നതുകൊണ്ട് മറ്റേ എവിടെയെങ്കിലും എന്തെങ്കിലും പോകാനോ മറ്റോ ഒക്കെ അസൗകര്യങ്ങളൊക്കെ നേരിടുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പശുവിനെ വളർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ പരിപൂർണമായിട്ട് പോകാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഈ കൃഷി വകുപ്പിൽ നിന്നൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? കൃഷി വകുപ്പിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഈ കാലിവളർത്തലല്ലാതെ മറ്റ് എന്തെല്ലാം കൃഷികളാണുള്ളത്? നമുക്ക് റബ്ബറുണ്ട്, പിന്നെ കുരുമുളകുണ്ട്, പിന്നെ കൊക്കോയുണ്ട്, വാഴക്കൃഷിയുണ്ട്, കപ്പ കൃഷിയുണ്ട്. അങ്ങനെ എല്ലാവിധ അത്യാവശ്യം ഉള്ള എല്ലാവിധ കൃഷികളും അത് വലിയ രീതിയിലുള്ള ചെറിയ രീതിയിലും ഉണ്ട്. എത്ര ഏക്കർ സ്ഥലത്ത് കൃഷികൾ ചെയ്യുന്നുണ്ട്? ഏകദേശം നമുക്ക് ഉള്ളത് ഏകദേശം 15 ഏക്കറോളം മേലെ സ്ഥലമാണ് ഉള്ളത്. അതിനകത്തുള്ള അത്യാവശ്യം റബ്ബർ, കുറച്ച് സ്ഥലത്ത് റബ്ബറുണ്ട്, മറ്റുള്ള കുരുമുളക് കുറച്ചുണ്ട്. പിന്നെ നമ്മൾ കണ്ടം പോലെയുള്ള സ്ഥലത്ത് വാഴയും കപ്പയൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനും അല്ലെ വിൽക്കാനൊക്കെയുള്ള കപ്പയുണ്ടോ? ഉണ്ട്. നമ്മൾ കപ്പയും വാഴയൊക്കെ വിൽക്കാൻ പാകത്തിനുള്ള 10,000 വാഴമേള നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. കപ്പയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഷൈൻ തന്നെയാണോ ഇതെല്ലാം മേൽനോട്ടം നടത്തുന്നത്? അല്ല, ഞാൻ കൃഷി കാര്യങ്ങളെല്ലാം എൻ്റെ ഫാദറാണ് നോക്കുന്നത്. നമ്മൾ കാലിവള്ളത്തിൽ മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. കൃഷി കാര്യങ്ങളെല്ലാം ഫാദറാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ 300ഓളം പശുക്കളെ പരിപാലിക്കുമ്പോൾ ജീവിതം സന്തോഷകരമായിട്ടാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും നമുക്ക് സന്തോഷകരമായിട്ട് തന്നെയാണ് സാറേ നമ്മുടെ ജീവിതം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഫാദറുണ്ട്, മദറുണ്ട്, പിന്നെ ഞാൻ, വൈഫ്, 3 കുട്ടികളാണുള്ളത്. സുബി എന്നാണ് വൈഫിൻ്റെ പേര്. പിന്നെ 3 കുട്ടികളുണ്ട്. മൂത്തയാൾ അഞ്ജന, രണ്ടാമത്തെ ആൾ നന്ദന, മൂന്നാമത്തെ ആളാണ് അഭിരാം. അതിൽ മൂത്തയാൾ പുറത്താണ്, UK-യിലാണ്. മറ്റ് 2 പേരും എൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും ഒത്തിരി സന്തോഷം. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷത്തെ മിൽമയിൽ ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകൻ എന്നുള്ള അവാർഡ് നേടിയ ഷൈൻ KB കൂറുമുള്ളാനിയിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൂടി നമുക്ക് പറയാം. 7561830185. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്നുകൂടി പറയുകയാണ്: 75 61 83 01 85. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് വളരെ നന്ദി. സമ്മിശ്ര കൃഷിയോടൊപ്പം തന്നെ 300 പശുക്കളെ പരിപാലിക്കുന്ന ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ഷൈൻ KB കൂറുമുള്ളാനിയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. പുതിന ഔഷധമൂല്യങ്ങളുള്ള സുഗന്ധവ്യഞ്ജനം. ലാമിയേസിയെ കുടുംബത്തിലെ ബഹുവർഷിയായ സുഗന്ധവ്യഞ്ജനമാണ് പുതിന. ഭക്ഷ്യവസ്തുക്കൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മധുരപലഹാരങ്ങൾ, ച്യൂയിംഗം, ടൂത്ത് പേസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ, വ്യവസായ രംഗം എന്നിവയിലെല്ലാം പുതിനയുടെ പുതിയതും ഉണങ്ങിയതുമായ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത തരം പുതിന ഇനങ്ങളുടെ ഇലകൾ പരമ്പരാഗത ഔഷധങ്ങളിലും ഹെർബൽ ചായയിലും ഉപയോഗിക്കുന്നു. സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളിലും സുഗന്ധത്തിനും രുചിക്കുമായി പുതിന ചേർക്കുന്നു. കൂടാതെ പുതിന ഇനങ്ങൾ നാട്ടുമരുന്നുകളിൽ മനംപുരട്ടൽ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കെതിരെയും വേദന സംഹാരിയായും ആർത്തവരക്തത്തിന്റെ ഒഴുക്ക് ക്രമമാക്കുന്നതിനും ശരീരത്തിൽ അധികമുള്ള ശ്ലേഷ്മത്തെ പുറത്തു കളയുന്നതിനും ഉപയോഗിക്കുന്നു. ജാപ്പനീസ് മിന്റ്, പെപ്പർ മിന്റ്, സ്പിയർ മിന്റ് അല്ലെങ്കിൽ ഗാർഡൻ മിന്റ് അല്ലെങ്കിൽ ലാംപ് മിന്റ്, ബെർഗമോട്ട് മിന്റ് അല്ലെങ്കിൽ ഓറഞ്ച് മിന്റ് എന്നിങ്ങനെ വിവിധ ഇനം പുതിനകളുണ്ട്.
അവശ്യതൈലത്തിന്റെ അളവ്, അവശ്യതൈലത്തിലെ പ്രധാന രാസവസ്തുക്കൾ എന്നിവയനുസരിച്ചാണ് പുതിനകൾ വ്യത്യസ്തമാകുന്നത്. അതിനനുസരിച്ച് അവയുടെ മണവും ഉപയോഗവും മാറും. പെപ്പർമിന്റ്, സ്പിയർമിന്റ്, ജാപ്പനീസ് മിന്റ് എന്നിവയാണ് ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങൾ. വൈവിധ്യമാർന്ന പുതിന ഇനങ്ങൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ ഏറ്റവും അധികമുള്ളത് മെന്ത അർവെൻസിസ് ആണ്. ഇന്ത്യയിൽ 3 ലക്ഷം ഹെക്ടറിലാണ് പുതിന കൃഷി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ് ഇവയിൽ 90%, ബാക്കി 10% പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ്. ആഗോളതലത്തിൽ പുതിന ഉൽപ്പാദനത്തിന്റെ 80% ഇന്ത്യയിൽ നിന്നാണ്. ചൈന, ജപ്പാൻ എന്നിവയാണ് ഉൽപ്പാദനത്തിന്റെ ബാക്കി 10% നിർവഹിക്കുന്നത്. ഇന്ത്യ മെന്തോൾ പരലുകൾ, പൊടി, ഡിമെന്തോളൈസ്ഡ് പുതിന തൈലം, അർവൻസിസ് തൈലം എന്നിങ്ങനെ വിവിധ രൂപത്തിൽ 25,000-30,000 ടൺ പുതിന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ബാക്കിയുള്ളവ ആഭ്യന്തരമായി ഉപയോഗിക്കുന്നു. ചൈന, യൂറോപ്പ്, നെതർലൻഡ്, അമേരിക്ക എന്നിവയാണ് ഇന്ത്യൻ പുതിന ഉൽപ്പന്നങ്ങളുടെ ഉപയോക്താക്കൾ. കാലാവസ്ഥയും മണ്ണും. ഇന്ത്യയിലെ തണുപ്പുള്ളതും മിതോഷ്ണവുമായ പ്രദേശങ്ങളിൽ പുതിന നന്നായി വളരും. പെപ്പർമിന്റ്, സ്പിയർമിന്റ് എന്നിവ തണുപ്പുള്ളതും മിതോഷ്ണവുമായ മേഖലകൾക്ക് അനുയോജ്യമാണ്. ബെർഗാമോട്ട് മിന്റ് തണുപ്പുള്ള സ്ഥലത്തും മിതോഷ്ണ മേഖലയിലും വളർത്താം. എന്നാൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വിളവ് കൂടുതൽ. പൊതുവായി 20 മുതൽ 40 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂടും 100 മുതൽ 110 സെന്റിമീറ്റർ മഴയുമാണ് പുതിനയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. നടുന്ന സമയത്ത് ചെറിയ തോതിലുള്ള മഴയും വിളവെടുപ്പ് സമയത്ത് നല്ല വെയിലും മികച്ച വിളവ് നൽകുന്നതിനും ഗുണമേന്മയുള്ള ഇലകൾ ലഭിക്കുന്നതിനും നല്ലതാണ്. പശ്ചിമരാശി മണ്ണ് 6 മുതൽ 8.2 വരെ pH ഉള്ള മണൽ കലർന്ന വളക്കൂറുള്ള മണ്ണ് എന്നിവ കൃഷിക്ക് അനുയോജ്യമാണ്. ചെമ്മണ്ണിലും കരിമണ്ണിലും വളർത്താം. കൃഷി. നീണ്ടു വളരുന്ന തണ്ടുകൾ അല്ലെങ്കിൽ സിക്കറുകൾ മുറിച്ചെടുത്താണ് പുതിന നട്ടുപിടിപ്പിക്കുന്നത്. 1 ഹെക്ടർ സ്ഥലത്ത് നടുവാൻ 400 കിലോ തണ്ടുകൾ വേണ്ടിവരും. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് നടുന്നതിനാവശ്യമായ തണ്ടുകൾ ലഭിക്കാൻ ഏറ്റവും അനുയോജ്യം. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച മുതൽ മാർച്ച് 2ാം ആഴ്ചയ്ക്കിടയിൽ നടീൽ പൂർത്തിയാക്കണം. നന്നായി തയ്യാറാക്കിയ മണ്ണിൽ നിരപ്പായ സ്ഥലത്തോ വാരം കോരിയോ നടാം. മണ്ണ് തയ്യാറാക്കുന്നതിനോടൊപ്പം വളവും ചേർക്കണം. ഹെക്ടർ ഒന്നിന് 25 മുതൽ 30 ടൺ വരെ കാലിവളം ചേർക്കാം. 4 മുകുളങ്ങളോടുകൂടിയ 8 മുതൽ 10 സെന്റിമീറ്റർ നീളത്തിലുള്ള തണ്ടുകളാണ് നടാനായി ഉപയോഗിക്കുന്നത്. 1-2 സെന്റിമീറ്റർ ആഴത്തിൽ വരെ നടാം. 40x10 സെന്റിമീറ്റർ അകലത്തിൽ വേണം വാരമെടുക്കാൻ. നട്ടുകഴിഞ്ഞാൽ ഉടൻ നനയ്ക്കണം. നല്ല തോതിൽ നൈട്രജൻ വളങ്ങൾ നൽകിയാൽ പുതിന നന്നായി വളർന്നു കിട്ടും. ഹെക്ടർ ഒന്നിന് 80 മുതൽ 120 കിലോഗ്രാം വരെ നൈട്രജൻ വളങ്ങൾ, 50 കിലോ ഫോസ്ഫറസ്, 40 കിലോ പൊട്ടാസ്യം എന്നിവ ചേർത്താൽ നല്ല വിളവ് ലഭിക്കും. 3 തവണകളിലായി വളങ്ങൾ നൽകാം. അടിവളമായി ചേർക്കുന്നതിനു പുറമെ 45 മുതൽ 60 ദിവസങ്ങൾക്കിടയിലും 90 ദിവസത്തിലും വളം നൽകണം. അവസാനത്തെ ഡോസ് ആദ്യ വിളവെടുപ്പിന് ശേഷം നൽകുന്നതാണ് നല്ലത്. ഉഷ്ണമേഖലയിൽ ജാപ്പനീസ് മിന്റിൽ നിന്നാണ് പരമാവധി ഇലകളും തൈലവും ലഭിക്കുന്നത്. 15 നനയെങ്കിലും വേണം. തണുപ്പുള്ള കാലാവസ്ഥയിൽ നടുമ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് 3 മുതൽ 4 വരെ നന നൽകാം. സസ്യസംരക്ഷണം. കീടനിയന്ത്രണം. രോമപ്പുഴുക്കൾ. 1 ലിറ്റർ വെള്ളത്തിൽ മലാത്തിയോൺ 1.7 മില്ലി എന്ന തോതിൽ ചേർത്ത് തളിക്കുക. റെഡ് പംകിൻ ബീറ്റിൽ. മലാത്തിയോൺ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ തോതിൽ ചേർത്ത് തളിക്കുക. രോഗനിയന്ത്രണം. തണ്ടുകളുടെ അഴുകൽ, നെല്ല്, ഗോതമ്പ്, പുതിന എന്നിവ 3 വർഷത്തിലൊരിക്കൽ എന്ന തോതിൽ വിള പരിക്രമണം ചെയ്യാം. തണ്ടുകൾ നടുന്നതിനു മുമ്പ് 0.25% കപ്താൽ അല്ലെങ്കിൽ 0.1% ബെൻലേറ്റ് ലായനി എന്നിവയിൽ ഒന്നിൽ 2 മുതൽ 3 മിനിറ്റ് വരെ മുക്കി വച്ചിരുന്നാൽ രോഗത്തെ തടയാം. ഫുസാരിയം വാട്ടം. ബെൻലേറ്റ് അല്ലെങ്കിൽ ബാവിസ്റ്റിൻ ഉപയോഗിക്കുക. ഇലകളിലെ കരിച്ചിൽ. കോപ്പർ കുമിൾനാശിനി ഉപയോഗിക്കുക. മൊസൈക്ക്. വൈറൽ രോഗത്തെ പടർത്തുന്ന വെള്ളീച്ചകളെ നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികൾ പറിച്ചുമാറ്റി നശിപ്പിച്ചു കളയുക. വിളവെടുപ്പ്. ജാപ്പനീസ് മിന്റ് സാധാരണയായി 100 മുതൽ 120 ദിവസത്തിലാണ് വിളവെടുക്കുന്നത്. താഴത്തെ ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ വിളവെടുക്കാം. ഗുണമേന്മയുള്ള തൈലം പരമാവധി ലഭിക്കുന്നത് 10% ചെടികളും പൂവിടാറാകുമ്പോഴാണ്. വർഷത്തിൽ ഏതാണ്ട് 3 വിളവെടുപ്പ് നടത്താം. ആദ്യ വിളവെടുപ്പ് നട്ടതിന് 3 മാസത്തിനു ശേഷം മെയ് ജൂൺ മാസങ്ങളിലും തുടർന്ന് 80-90 ദിവസത്തെ ഇടവേളകളിലും ആകാം. രണ്ടാമത്തെ വിളവെടുപ്പ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും മൂന്നാമത്തേത് നവംബർ ഡിസംബർ മാസങ്ങളിലുമാകാം. നല്ല വെയിലുള്ള ദിവസം വേണം വിളവെടുപ്പ് നടത്താൻ.
അരിവാൾ ഉപയോഗിച്ച് ചുവട്ടിൽ നിന്ന് 2-3 സെൻറ്റിമീറ്റർ മുകളിൽ മുറിച്ചെടുക്കാം. ഹെക്ടർ ഒന്നിന് വർഷത്തിൽ 30 ടൺ വരെ വിളവ് ലഭിക്കും. ഹെക്ടർ ഒന്നിന് 225 മുതൽ 250 കിലോ അവശ്യ തൈലം ലഭിക്കും. സംസ്കരണം. പ്രാഥമിക സംസ്കരണം. പറിച്ചെടുത്ത ഉടൻ തന്നെ അഴുക്കും പൊടിയും കളകളും മറ്റ് അന്യവസ്തുക്കളും നീക്കം ചെയ്യണം. അതിനുശേഷം ഇലകൾ 2-3 തവണ നന്നായി കഴുകിയെടുക്കണം. ആഹാരവസ്തുക്കളിൽ ചേർക്കുന്നതിനായി ഇവ ഉടൻ തന്നെ ഉപയോഗിക്കാം. ഉണക്കും സൂക്ഷിപ്പും. സ്വേദനം നടത്തുന്നതിനു മുമ്പ് പുതിന 1 ദിവസം തണലിൽ ഉണക്കണം. ഉണങ്ങുന്നതിനൊപ്പം അഴുകിപ്പോകാതെ സൂക്ഷിക്കണം. വാടിയ ഇലകൾ 2-3 ദിവസത്തിലധികം സൂക്ഷിച്ചു വെച്ചാൽ തൈലത്തിൻ്റെ അളവിൽ കുറവ് വരും. അതുപോലെ തന്നെ ദീർഘനാളത്തേക്ക് ഇലകൾ സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല. പുതിന ഉൽപ്പന്നങ്ങൾ. പുതിനയോ അവശ്യ തൈലമോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. അവയിൽ ചിലത് ഇനി പറയാം. പുതിന തൈലം, മെന്തോൾ ക്രിസ്റ്റലുകൾ, ടാബ്ലറ്റഡ് ക്യാൻഡീസ് മിന്റ്. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.